ഇന്നത്തെ വീഡിയോയിൽ അപ്പൻഡിസൈറ്റിസ് എന്നൊരു കണ്ടീഷനെ കുറിച്ചിട്ട് അത് വന്നാൽ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാനൊരു ബ്രീഫ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് പറയുന്നതും അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ അധികം വലിയ പ്രശ്നമില്ലാത്തൊരു കണ്ടീഷനാണെന്ന് നമ്മൾ പറയുന്നതും, എന്നാൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവനെ വരെ അപകടത്തിലാക്കുന്ന രീതിയിലുമുള്ള ഒരു കണ്ടീഷനാണ് ഈ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ വൻകുടലിൻ്റെ തുടക്കത്തിൽ ഒരു പൗച്ച് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിരൽ പോലെ കാണുന്ന ഒരു പാർട്ടാണ് അപ്പൻഡിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു റോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ളത് അത് പഠനങ്ങൾ അത്ര തെളിയിച്ചിട്ടില്ല. എന്നാൽ പോലും ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഒരു അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പോലും അതിൻ്റെ എക്സാക്റ്റ് റോൾ എന്താണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ അപ്പൻഡിസിന് പിന്നെ ആ ഒരു പാർട്ടിന് ഒരു ബ്ലോക്ക് സംഭവിക്കുകയും അതുവഴി അതിൻ്റെ അകത്തേക്ക് ഇൻഫെക്ഷൻ ആവുകയും അല്ലെങ്കിൽ അതിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം സംഭവിക്കുകയും നീര് വെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ പഴുപ്പുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് അപ്പൻഡിസിന് വരുന്ന ഇൻഫ്ലമേഷൻ, അതാണ് അപ്പൻഡിസൈറ്റിസ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വീങ്ങി അത് ഇൻഫ്ലമേഷൻ കൂടി പഴുപ്പ് നിറഞ്ഞ് അത് പൊട്ടി അത് പെരിട്ടോണൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ വേറെ കണ്ടീഷനിലേക്ക് നമുക്ക് പോകും. അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകും നമ്മുടെ വയറിനുള്ളിൽ. ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തില്ല, ഓപ്പറേഷനിലൂടെ അപ്പൻഡിസൈറ്റിസ് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ നിങ്ങളുടെ ജീവന് ഹാനി ഉണ്ടാകും. ഇത് ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും വരാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്നാൽ പോലും ഒരു 10-12 മുതൽ ഒരു 30 വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് കോമൺ ആയിട്ടും കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ടീനേജ് ഉള്ള കുട്ടികൾക്ക് ഒരു 13, 14 അല്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടികൾക്കാണ് 17 വയസ്സ് വരെയൊക്കെയാണ് കോമൺ ആയിട്ടും കാണാറുള്ളത് കൂടുതൽ. അതുപോലെ പെൺകുട്ടികളിലാണ് കൂടുതലും സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഈ കുട്ടികളൊരു വേദന പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീനേജ് ഉള്ള ആളൊരു വേദന പറയുമ്പോൾ അതെങ്ങനെ ഇതിൻ്റെ വേദനയാണോ എന്ന് മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ അംബ്ലിക്കസ് അല്ലെങ്കിൽ പുക്കളിനടുത്തായിട്ടാണ്, അവിടെയാണ് വേദന സാധാരണ വരാറ്, വയറുവേദന പോലെ. അതായത് എന്നിട്ട് അതൊരു അതിൻ്റെ താഴത്തേക്ക് വലതു ഭാഗത്തേക്കായിട്ട് പെയിൻ പോകുന്നത് പോലെ തോന്നും. അടിവയറ്റിൽ വലതു ഭാഗത്ത് വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യും പുക്കളിന് താഴെയായിട്ട്. അതുപോലെ ആ ഒരു ഭാഗം പ്രസ് ചെയ്തിട്ട് നമ്മൾ വിടുമ്പോൾ അതികഠിനമായ വേദന അനുഭവപ്പെടുന്നതായിട്ട് ആൾക്കാർ പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ, അത് ഓക്കാനം അതുപോലെ ഛർദ്ദി, ഈ അവസ്ഥകൾ സാധാരണയായിട്ടും കാണാറുണ്ട്. അതുപോലെ ഗ്യാസ് വയറിൽ നിറഞ്ഞ പോലത്തെ അവസ്ഥ, എന്നാൽ ഗ്യാസ് കറക്റ്റായിട്ട് പുറത്തേക്ക് പോകുന്നില്ല എന്നൊരു തോന്നൽ, ഗ്യാസ് കെട്ടി നിൽക്കുന്നത് പോലത്തെ അവസ്ഥ വരും. വിശപ്പ് കുറഞ്ഞു വരുന്ന അവസ്ഥയൊക്കെ നമുക്ക് ഈ ഒരു അപ്പൻഡിസൈറ്റിസിൻ്റെ കണ്ടീഷനിൽ കാണാറുണ്ട്. അതുപോലെ ചില ആൾക്കാർക്ക് പനി വരാറുണ്ട്, ചില ആൾക്കാർക്ക് ഒരു വിറയൽ പോലെ ഒരു അവസ്ഥ, ചിൽസ് എന്ന് പറയുന്നൊരു അവസ്ഥ വരാറുണ്ട്, ഒരു തണുപ്പുള്ള അവസ്ഥ വരാറുണ്ട്. അതുപോലെ തന്നെ സഡനായിട്ടും ചിലപ്പോൾ പെയിൻ കൂടും, ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് കുറഞ്ഞു നിൽക്കും. നമ്മൾ ഒരു ഉറക്കെ നമ്മൾ വർത്താനം പറഞ്ഞ് ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഓടുമ്പോഴൊക്കെ പെയിൻ, ചുമയ്ക്കുമ്പോഴൊക്കെ പെയിൻ കൂടുതലാവുന്നതാണ് സാധാരണയായിട്ട് കാണുന്നത്. അപ്പം മേൽ പറഞ്ഞ സിംറ്റംസ് ഒക്കെ എല്ലാവരിലും ഒരുമിച്ച് വരണമെന്നില്ല. എന്നാൽ ഇതൊക്കെ ഏകദേശം ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ വന്നു ഒരു ടീനേജ് ഉള്ള ആളൊക്കെ ആണെങ്കിൽ നമുക്കൊരു സംശയിക്കാവുന്നതാണ്. ഇതിന് കറക്റ്റ് ഒരു ഡോക്ടറിന് എക്സാമിനേഷൻ ചെയ്താൽ, വയറിൽ എക്സാമിനേഷൻ ചെയ്താൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പൻഡിസൈറ്റിസ് ആണോ എന്നുള്ളത്. അപ്പോൾ അതുപോലെ USG ഒക്കെ എടുക്കാം, സ്കാനിങ് ടെക്നിക്സ് ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിന് ഇൻഫ്ലമേഷൻ ഉണ്ടോ, അത് റിമൂവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജിക്കൽ റിമൂവ് ആണ്. സർജറി ചെയ്ത് നമ്മൾ കളയും, കാരണം നമുക്ക് അപ്പൻഡിസിന് വേറെ ഫങ്ഷൻസ് ഒന്നുമില്ല, നമുക്ക് കളയാം. ഇനിയിപ്പോൾ അത് കളയാതെ വെച്ചാൽ ഭാവിയിലേക്ക് അത് ഇൻഫ്ലെയിംഡ് ആയി പൊട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് വെച്ച് സാധാരണയായിട്ട് അത് സർജിക്കൽ റിമൂവൽ ആണ് ചെയ്യാറ്. ചിലരിൽ മാത്രം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നിർത്താറുണ്ട്. അപ്പോൾ ഇത് പൊട്ടി ഒരു പസ്സൊക്കെ പോയാൽ വളരെ അപകടം ചെയ്യുന്നതാണ്. അതുകൊണ്ട് കറക്റ്റ് നേരത്തെ ഇതിന് ഇമ്മീഡിയറ്റ് സർജറിയാണ് പറയാറ്. സാധാരണ എല്ലാവർക്കും നന്നായിട്ട് ഇൻഫ്ലമേഷൻ ആയി കഴിഞ്ഞിട്ടായിരിക്കും ഈ സിംറ്റംസ് വരുന്നത്. അപ്പോൾ നമ്മൾ USG എടുത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ സർജറി ചെയ്യുകയാണ് സാധാരണയായിട്ടും കാണുന്നത്. അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ അത്ര നല്ലത്. അപ്പോൾ കുട്ടികളും കൗമാരക്കാരൊക്കെ വയറുവേദന അല്ലെങ്കിൽ ഈ ഛർദിയൊക്കെ പറയുമ്പോൾ അത് വെറും ദഹനക്കേട് അല്ലെങ്കിൽ ഗ്യാസ് അങ്ങനത്തെ പ്രോബ്ലങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തന്നെ വന്ന ഒരു കേസിൽ ഒരു പീരീഡ്സിൻ്റെ പെയിനായിട്ട് തെറ്റിദ്ധരിച്ച് അത് പിന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു അപ്പൻഡിസൈറ്റിസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ അത് പ്രത്യേകമായിട്ട് ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പറയുമ്പോൾ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നതും അപ്പോൾ ഒരു ഡോക്ടറിനെ കാണിക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും.